പിന്നെ പോയല്ലോ. അപ്പം ഞാൻ ഇന്ന് എവിടെ ഉള്ളതെന്ന് വെച്ചാൽ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ട്രാവലിംഗ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായ ഹവായിലാണ്. ഹവായിലെ ഹൊണലുലു എന്ന് പറയുന്ന പ്ലേസിലാണ് നമ്മളുള്ളത്. ഇവിടുത്തെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ് മെയിൻലി ഹവായിയുടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. ബീച്ചസ് ആണ്. വൈക്കിക്കി പോലുള്ള ഫേമസ് ആയിട്ടുള്ള ബീച്ചുകളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ഫേമസ് ഡെസ്റ്റിനേഷനാണ് അലോഹ ടവർ. നമ്മൾ ഇപ്പം ഞാൻ പോകുന്നതെന്ന് വെച്ചാൽ അലോമാന എന്ന് പറയുന്ന പാർക്കിലോട്ടാണ്. നമുക്ക് ആ പാർക്കിലെ കാഴ്ചകളെല്ലാം കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അലോമാന എന്ന് പറയുന്ന ടവർ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇനി പോകാൻ പോകുന്നത് അൽമോന റീജിയണൽ പാർക്കിലോട്ടാണ്. വളരെ മനോഹരമായ ഒരു പാർക്കാണ് അൽമോന റീജിയണൽ പാർക്ക്. അപ്പം നമുക്ക് പാർക്കിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഒരുപാട് ഹോംലെസ് പീപ്പിൾസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് എന്താ പറയുക, കുറച്ച് ഡേഞ്ചറസ് ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് സൂക്ഷിക്കണം. നമ്മുടെ ഫോണും അങ്ങനെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കണം. ഈ US വരുവാണെങ്കിൽ, നമ്മളിവിടെ വരുവാണെങ്കിൽ കൂടുതലായിട്ടും കണ്ടത് ഒരുപാട് ഹോംലെസ് ആയിട്ടുള്ള പീപ്പിൾ അവിടെ കാണാൻ പറ്റുന്നില്ലേ കുറേ ഇത്. അത് ഹോംലെസ് ആയിട്ടുള്ള പീപ്പിൾസ് ഒരുപാട് താമസിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ കാണുന്നില്ലേ, അതൊരു പോണ്ടാണ്. ആ പോണ്ടെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിച്ചൊരു പോണ്ടാണ്. വളരെ മനോഹരമായിട്ട് ആ പാർക്കിനെ സറൗണ്ട് ചെയ്ത് ഉള്ളൊരു പോണ്ടാണ് ഈ കാണാൻ പറ്റുന്നത്. വളരെ ക്ലിയർ വാട്ടറാണ് കേട്ടോ. ക്ലിയർ വാട്ടറും ഒരുപാട് ഫിഷസും ഉണ്ട് കേട്ടോ, ചെറിയ ചെറിയ മീനുകൾ. റോഡ് സൈഡിലൂടെയുള്ള പാത്തിൻ്റെ നടപ്പാതയിലോട്ട് കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ്. കണ്ട് എൻ്റെ ബാക്കിൽ കാണുന്ന ഇതാണ് കേട്ടോ അലോമാന റോഡ്. ആ റോഡാണ് വൈക്കിക്കി പോലെ ബീച്ചിലോട്ട് പോകുന്ന റോഡാണ് കേട്ടോ. കാണുന്നത് ബീച്ചിലോട്ട് പോകുന്ന റോഡാണ്. ഇവിടുത്തെ കെട്ടിടങ്ങളെല്ലാം വളരെ വലിയ കെട്ടിടങ്ങളാണ് കേട്ടോ. കണ്ടിട്ട് തന്നെ എനിക്ക് ഞാൻ കാണിച്ചു തരും. ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ തന്നെ ഉണ്ടോ, എത്ര നിലകളാന്ന് പോലും കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. കറക്റ്റ് ഫ്ലോറ് പോലുമേ. പക്ഷെ അതിൻ്റെ ഡിസൈനിങ് രീതികളൊക്കെ നല്ല രീതിയിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അത് ഇതിന് ചുറ്റുമായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നതെന്ന് പറഞ്ഞില്ലേ. ഈ പാർക്കിന് ചുറ്റുമായിട്ടാണ് ഈ തടാകം ഉള്ളത്. നമ്മൾ ഇവിടുന്ന് ആ കാണുന്നതാണ് കേട്ടോ, അവിടെ ദൂരോട്ട് കാണുന്നില്ല, അവിടെ കാണുന്നതാണ് ഞാൻ പറഞ്ഞ അലോമാന എന്ന് പറയുന്ന ആ പാർക്കിൽ ആ ബീച്ച് ഉള്ളത്. പക്ഷെ വൈക്കിക്കി ബീച്ച് ഇതല്ല കേട്ടോ. വൈക്കിക്കി ബീച്ച് അവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ നല്ല തിരക്കാണ്. കാരണം അതൊരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടെന്ന് വേണം പറയാൻ. ഹവായിലെ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണത്. കണ്ട മനോഹരമായൊരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാവേ. താറാവിൻ്റെ കുഞ്ഞുങ്ങൾ കറക്റ്റ് വരിയായിട്ട് പോകുന്നത് കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ, അതിൽ കൂടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ചെയ്ത് നിൽക്കുമായിരുന്നു വരുന്നത് കാണാനായിട്ട്. കറക്റ്റായിട്ട് വ്യൂവും കാണിച്ചു തരാം. ഇതുപോലെ ഈ തടാകത്തിലെ മീനുകളും നല്ല രസമില്ലേ പോകുന്നത് കാണാനായിട്ട്. അമ്മത്താറാവും കുഞ്ഞിത്താറാക്കളും. പക്ഷെ ഇവിടെ ആയതുകൊണ്ട് ഇതിങ്ങനെ പോകുന്നു കേട്ടോ. നമ്മളെ നാട്ടിലാണെങ്കിൽ എപ്പോഴേ ഇതിനെയൊക്കെ എന്തേലും പിടിച്ചിട്ട് പോയേനെ, അല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ചിട്ട് പോയേനെ കേട്ടോ. ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ പിന്നെ ചെറിയ ചെറിയ ബേർഡ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു റെഡ് ഉണ്ടോ, മറ്റേ റെഡ് ബുള്ളാണ് ഇരിക്കുന്ന ഒരു ബേർഡാണത്. ഇവിടുത്തെ ബീച്ചുകൾക്കാണെങ്കിൽ പൊതുവേ ഇവിടുത്തെ ബീച്ചുകൾക്ക് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇവിടുത്തെ ബീച്ചുകൾക്ക് ഓരോരോ പേരുണ്ട്. വൈക്കിക്കിയിലെ തന്നെ അതുപോലെ തന്നെ മറ്റ് ബീച്ചുകൾക്കും ഡയമണ്ട് ബീച്ചസ്, പേൾ ബീച്ചസ്, അങ്ങനെ ഓരോ ബീച്ചുകളെ ആ രീതിയിലാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ കാണുന്നത് വൈക്കിക്കി ബീച്ച് അല്ല കേട്ടോ. വൈക്കിക്കി ബീച്ച് ഇവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററും കൂടി ഉണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് നടന്ന് ഇവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട് വന്നതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ടാക്സിയിൽ തന്നെ പോകേണ്ടി വരും കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഈ പാർക്ക്. നല്ല ചൂട് ക്ലൈമറ്റാണ് കേട്ടോ. നല്ല ചൂട് ക്ലൈമറ്റാണ്. നമ്മളെ നാട്ടിലേക്ക് പോലെ തന്നെയാണ്. ഇവിടെ നല്ല സീസൺ ടൈമിൽ എനിക്ക് തോന്നുന്നു നല്ല തിരക്കും കാര്യങ്ങളും ആയിരിക്കും. ഇപ്പോൾ സീസണാണെന്നോ അതൊന്നും എനിക്കറിയില്ല അതിനെക്കുറിച്ച്. നമ്മളിവിടെ ക്രൂസിങ്ങിന് വരുമ്പോഴത്തേക്ക് ആ ഒരു പോർട്ടുള്ളത് കൊണ്ട് നമ്മൾ വരുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ പോകുന്നത് പേൾ ബീച്ചാണ്. പേൾ ബീച്ച് എന്താ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. പേൾ ബീച്ചസ് എന്നാണ് ഇതിന് പറയുന്നത്. അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കൂടുതലായിട്ട് ഫേമസ് ആയിട്ട് സ്കൂബ ഡൈവിങ് അതുപോലുള്ള ആക്ടിവിറ്റീസാണ് കൂടുതലും ഉള്ളത്. എന്ന് വെച്ചാൽ ബീച്ചുമായിട്ട് വരുന്ന ആക്ടിവിറ്റീസ്. ഇവിടുന്ന് നമ്മൾ ടൂർ പാക്കേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യുവാണെങ്കിൽ അത് ബുക്ക് ചെയ്തതിന് ശേഷം ഇവർ
കടലിൻ്റെ സെൻറ്ററിലോട്ട് പോയിട്ട് സ്കൂബ ഡൈവിങ് അങ്ങനെയുള്ള ഇതാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഒരുപാട് കാണാൻ പറ്റും. നമുക്ക് എന്താ ഇവിടുത്തെ പേൾ ബീച്ച് എന്ന് പറയുന്നതെന്ന് നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാം. പേളിൻ്റെ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം.